ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ യൂറോ കപ്പ് ആവേശത്തിന് ഇന്ന് പന്തുരുളുകയാണ്. ഇന്ത്യ സമയം രാത്രി 12:30 മത്സരം. നമുക്കറിയാം, ജർമ്മനി സ്കോട്ട്ലൻഡ് പോരാട്ടത്തോടു കൂടി ഇത്തവണത്തെ ആവേശകരമായ യൂറോ കപ്പ് നടക്കുന്നത് ജർമ്മനിയിലാണ്. ഈ ഒരു മത്സരത്തിൽ ജർമ്മനിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു താരമാണ്. ജർമ്മനിയുടെ ഏറ്റവും മികച്ച മധ്യനിര താരം കൂടിയാണ് ടോണി ക്രൂസ്. ഈ സീസണിൽ UEFA ചാമ്പ്യൻസ് ലീഗ് അതുപോലെ തന്നെ ലാ ലീഗ ഒക്കെ നേടിക്കൊടുക്കുന്നതിൽ റയൽ മാഡ്രിഡിന് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ടോണി ക്രൂസ്. മറുവശത്ത് ഈ ഒരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിന് വേണ്ടി മധ്യനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള താരമാണ് മക്ടോമിനി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഈ സീസണിൽ വളരെ കുറഞ്ഞ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച വളരെ കുറഞ്ഞ താരങ്ങളിൽ ഒരാളാണ് മക്ടോമിനി. ഈ ഒരു സീസണിൽ FA കപ്പ് കിരീടത്തോടു കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീസൺ അവസാനിപ്പിച്ചുള്ള അവർക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് മക്ടോമിനി. എന്നാലും ടോണി ക്രൂസും മക്ടോമിനിയൊക്കെ ഒരു ആവേശകരമായ പോരാട്ടം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു മികച്ച പ്രകടനം എന്തൊരു മത്സരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തവണത്തെ യൂറോ കപ്പിൻ്റെ ആവേശകരമായ പോരാട്ടം ഉദ്ഘാടന മത്സരം നടക്കുന്നത് ജർമ്മനിയിലെ ബയൺ മ്യൂണിക്കിൻ്റെ ഹോം സ്റ്റേഡിയമായ അലിയാൻസ് അരീനയാണ്. ഒരേ സമയം 75,000-ഓളം കാണികൾക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യമുണ്ട് ബയൺ മ്യൂണിക്കിൻ്റെ ഹോം സ്റ്റേഡിയമായ അലിയാൻസ് അരീനയിൽ. എന്തായാലും ടോണി ക്രൂസിൻ്റെയും മക്ടോമിനിയുടെ ഒക്കെ ഒരു മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക്